ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഒരു മിൽക്കിയുടെ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വിരുന്നുകാർ വിരുന്നിനെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എൻ്റെ അടുക്കളയിലെ പരിപാടികളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇടയ്ക്കയിൽ നമ്മുടെ വിരുന്നുകാർ വിരുന്നിനെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഈ മതിലിൻ്റെ പുറത്താട്ടോ വെക്കാറ്. എന്നിട്ട് എന്താ പറയുക, അവർ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ മതിലൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കും കേട്ടോ. പിന്നെ ആ സൈഡിൽ ഞാൻ ചിരട്ടയിൽ ഇച്ചിരി വെള്ളം കൂടി വെക്കും. അതൊക്കെയാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങൾ. ഇന്ന് പതിവ് പോലത്തെ തന്നെ വിശേഷങ്ങൾ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കാക്കകൾ, നിങ്ങൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കാക്കകളായാലും അണ്ണാർക്കണ്ണന്മാരായാലും കുരുവികളായാലും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് വേറൊരു ലെവലാണ് മക്കളെ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ കുഞ്ഞപ്പം വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞപ്പം എന്നാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് രണ്ട് അണ്ണാർക്കണ്ണന്മാർ ഇടയ്ക്ക് വന്ന് പോകുക. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിരിക്കും, കാണാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇടയ്ക്ക് കാക്ക വരും, പിന്നെ കുഞ്ഞിക്കിളികൾ വരും. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് വീഡിയോസിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടണതെന്നൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളാണ് കേട്ടോ. ഇവരെ കാണുമ്പോൾ കാക്ക വന്നു, കാക്ക ഇനി അണ്ണനെ ഓടിച്ചിട്ട് കാക്ക വന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ അപ്പോഴേക്കും കള്ളിപ്പൂച്ച ഇടയ്ക്ക് വന്ന് ഫുഡ് കഴിക്കും. എന്നാണെങ്കിൽ മീൻകറിയും ആരോടും പറയരുത് കേട്ടോ ഗേസ്, ആരോടും പറയരുത്. മീൻകറി, അതായത് നമ്മുടെ ഓലക്കുടിയ മീൻകറിയും കുറച്ച് ചോറ് കണ്ടിട്ട് മതിലിന്ന്. ഇന്നിപ്പോൾ രാവിലെ തന്നെ എനിക്ക് നമ്മുടെ രാവിലത്തെ അപ്പം മുട്ടക്കറി അങ്ങനെയൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പമായാലും അങ്ങനത്തെ കുറച്ച് രാവിലത്തെ ഉണ്ടല്ലോ ഫുഡ്, അങ്ങനത്തെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. സമയം കിട്ടേണ്ട കേസ്. എനിക്ക് വരുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ചോറാണ് ഞങ്ങൾക്ക്. അപ്പോൾ ആ ചോറ് തന്നെയാണ് എന്താണ് രാവിലെ, അതാണ് അവർക്ക് മക്കളായ ഞങ്ങളുടെ കിളികൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ കൊടുക്കണത്. ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ ഈ വെള്ളം മാറ്റുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ചിരട്ടയിൽ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇവർ കുടിക്കും. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് നേരത്തെ കൊണ്ട് വെച്ചു ഞാൻ. പിന്നെ എന്താ പറയാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളെ ബോറടിപ്പിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല. എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞു മൃഗസ്നേഹിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക മതിലിൽ ഇങ്ങനെ ഫുഡൊക്കെ അപ്പം നമ്മുടെ മതിലിൽ ഇങ്ങനെ ഫുഡൊക്കെ വെക്കണത്. ഇപ്പോൾ രാവിലെ തന്നെ എനിക്ക് വരുമ്പോൾ ഇവർക്കിടെ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഫ്രണ്ടിൽ നമുക്ക് ലവ് ബേർഡ്സ് ഉണ്ടെങ്കിലും അവർക്ക് തിന്നയും പനികൂർക്കയും അതുപോലെ തന്നെ തുളസിയുടെ ഇലയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിലെന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ഇവർ വരും. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് നമ്മുടെ ഈ ഫോണൊക്കെ വെച്ചിട്ടാണ്. എൻ്റെ ചെറിയൊരു സ്നേഹം പങ്കുവെക്കലാണ് എന്ന് പറയാം. എൻ്റെ വിരുന്നുകാർക്കുള്ള സ്നേഹം പങ്കുവെക്കലാണ്. കുറച്ച് നേരം അവർ ഫുഡൊക്കെ കഴിക്കും, കുറച്ച് നേരം പിന്നെ അവർ ഫുഡ് ഇല്ല. പിന്നെ നമ്മുടെ അനക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊന്നും വരില്ല കേട്ടോ ഗേസ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളും കഴിവതുപോലെ നമ്മൾ മിണ്ടാപ്രാണികൾക്ക്, നമ്മൾ മനുഷ്യന്മാരാണ് മിണ്ടാപ്രാണികൾക്ക് എന്ത് ഫുഡൊക്കെ കൊടുക്കേണ്ടത്. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് കൂടി കിടന്നെയാണ്. ഇടയ്ക്ക് വന്ന കിളികളൊക്കെ വന്ന് അപ്പുറത്തും കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പം അപ്പുറത്തും അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്ന് പൂച്ചക്കള്ളി വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒറ്റ പ്രേമിയിൽ നമുക്കത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അതാണ് കേട്ടോ ബുദ്ധിമുട്ട്. പിന്നെ ഇടയ്ക്ക് കണ്ട കാക്ക ഇങ്ങനെ പറന്ന് പോണത്. അപ്പോൾ അവർ ഫുഡ് കഴിക്കണത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതിപ്പോൾ ഞാൻ പണിയുടെ ഇടയിൽ ഇങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് ജനലുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്ന് എഡിറ്റിങ് ചെയ്ത് വോയിസ് റെക്കോർഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഇച്ചിരി ലെങ്തായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിളികൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പിന്നെന്താ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കിളികളോട് വർത്താനം പറയും. അതുപോലെ തന്നെ കുറച്ച് ചായ ഉണ്ട്, കട്ടൻ ചായ ആണ് രാവിലെ തന്നെ. കട്ടൻ ചായയും കഴിച്ച് കുടിക്കാൻ കേട്ടോ.
കിളികളോട് വർത്തമാനം പറയണം. അപ്പുറത്തെ പൂപ്പി കൊച്ച് വിശ്രമിക്കുന്നുണ്ട്. പൂപ്പിയോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് വേണം. അവൾ അപ്പുറത്താണ് കേട്ടോ, ആ സൈഡിലാണ് കേട്ടോ അവൾക്ക് വിശ്രമം ഞാൻ കൊടുത്തേക്കണത്. അപ്പോൾ പൂപ്പീനെ കുറച്ച് നേരം കണ്ടു വർത്തമാനം പറഞ്ഞു ചായ കൂടിയൊക്കെ ഉള്ള പതിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിളികളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒരു കാമണിക്കൂർ അവർക്കിടെ ഇടയിലൊക്കെ വർത്തമാനം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ എൻ്റെ പണികളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെയ്ത് കുറുമ്പന്മാരോടും കുറുമ്പിത്തികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ എൻ്റെ നേരം പോണത് അറിയില്ലേ മക്കളെ. അപ്പോഴേക്ക് എനിക്ക് ജോലിക്ക് പോകേണ്ട ടൈമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ജോലിക്ക് പോകാനുള്ള തിരക്കിൽ ഇങ്ങനെ നടക്കും. കാക്കേനെ വിളിക്കണതാ, കാക്കേ നീ പോവല്ലേ, കാക്കേ എന്നിട്ടുകൊണ്ട് പോവല്ലേ, കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിന് തീറ്റ കൊടുക്കാനായി കുഞ്ഞ് കിടന്ന് കരയൂലേ. അപ്പോൾ എൻ്റെ ചാനലിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയണ പോലെയാണ് കേട്ടോ. ചാനലിൽ ഞാൻ ഓരോ കാര്യങ്ങൾ എഡിറ്റിംഗ് ആയാലും വോയിസ് റെക്കോർഡായാലും സോങ് ആയാലും എന്തായാലും ഓരോരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതാ കാക്കകളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം ഇരുന്നിട്ട് ഇതാ അവിടെ അണ്ണാറക്കണ്ണനെ കണ്ടോ, അണ്ണാറക്കണ്ണ തന്നാലായതുണ്ട്. പിന്നെ കാക്ക വന്നിട്ട് ഫുഡ് കഴിക്കണോ വേണ്ടേ, ഫുഡ് കഴിക്കണോ വേണ്ടേ, ഈ ഫുഡ് നല്ലതാണോ, കഴിക്കണോ വേണ്ടേ, കഴിക്കണോ വേണ്ടേ, കഴിക്കണോ വേറെ കഴിക്കണം. അപ്പം ഞാൻ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് വീഡിയോ എടുക്കണത് കേട്ടോ. ഇവിടെ എന്നെ കഴിപ്പിക്കാനും സമ്മതിക്കില്ല. കഴിക്കണോ വേണ്ടേ എന്നാണ് കേട്ടോ കാക്കച്ചിയുടെ ഇത്. കുറച്ച് കാക്കന്മാരുണ്ട് എന്നാലും വന്ന് കഴിക്കുന്നതാണ്. ഇവിടെ എന്നെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല, എന്ത് ചെയ്യാനാ. അപ്പം ഇത്രയ്ക്കുള്ളൂ വീഡിയോ. പൂച്ച സാറേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, കമ്മലിട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓലക്കുടിയൻ കറി കേട്ടോ, അതും മുളകിട്ടത് കേട്ടോ. അപ്പം ഇത്രയ്ക്കുള്ളൂ വീഡിയോ. ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കട്ടെ.